Once again, welcome back to my video blog. My name is Ibad Rahman. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അത് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു, ഇനി വരാൻ പോകുന്ന ടെക്നോളജി അത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്നൊരു അപ്ഡേറ്റ്. ഈ യൂട്യൂബ് എന്ന് എടുത്തു പറയാൻ കാരണം ഒരു വീഡിയോ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് യൂട്യൂബിൻ്റെ പേര് ആദ്യം പറയണത്. അതായത് യൂട്യൂബ് പ്രീമിയം സെഗ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറയണത്. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇനി പ്രധാനപ്പെട്ട ചാനലുകൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ അഡ്വർടൈസ്മെൻറ്റുകൾ ഇല്ല എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ഫ്രീ ആയിട്ട് വീഡിയോ കാണാൻ സാധിക്കും. അതിനായിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് യൂട്യൂബ് ഡെഫിനറ്റ്ലി പൈസ വാങ്ങിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇത് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നൊരു കാലഘട്ടത്തിൽ വളരെ റവല്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തന്നെ, അതിൽ യാതൊരു സംശയമില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ടി വി പ്രോഗ്രാമുകളെല്ലാം, ഫോർ എക്സാമ്പിൾ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലേക്കാണ് ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപക്ഷെ അവർക്ക് നേരത്തെ തോന്നിക്കാണാം ഈ ഒരു വരുമാനം കൊണ്ട് ഒരുപക്ഷെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല, അവരുടേതായ സ്വന്തമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ക്രിയേറ്റ് ചെയ്ത് OTT പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോട്ട്സ്റ്റാർ അവരുടെ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ നിന്ന് പിൻവലിക്കുകയും ഹോട്ട്സ്റ്റാറിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യമാണ്. ടെലിവിഷൻ എന്ന് പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരു മാസം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു അറിഞ്ഞോ അറിയാതെയോ 500 600 അല്ലെങ്കിൽ 300 രൂപയോളം നമ്മൾ ടെലിവിഷൻ കാണാനായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഫുട്ബോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, HD ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ 600 500 രൂപയോളം ഒരു മാസം തന്നെ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും, യൂട്യൂബ് എന്ന് പറയുന്നത് ലോകത്തെ വലിയൊരു ഭീമനായിട്ടുള്ള ഒരു വീഡിയോ ഷെയറിംഗ് സൈറ്റ് തന്നെയാണ്. എന്തുകൊണ്ട് യൂട്യൂബ് ഇത് ചെയ്തു കൂടാ എന്ന് യൂട്യൂബിന് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു സെഗ്മെൻറ്റ് നമ്മളിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ലോകത്ത് ഫേമസ് ആയിട്ടുള്ള വീഡിയോകൾ കാണാനായിട്ട് യൂട്യൂബിലേക്ക് പൈസ കൊടുക്കണം. കാരണം ഇതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നമുക്കുണ്ട്. കാരണം ഡിമാൻഡഡ്, നമുക്കൊരു പക്ഷേ 7 മണിക്ക് തന്നെ പ്രോഗ്രാം കാണാൻ ടെലിവിഷന് മുന്നിൽ നിൽക്കണ്ട, അതേപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കാണാൻ സാധിക്കുമെന്ന സെഗ്മെൻറ്റ് തന്നെയാണ്. അതിന് കാരണം എന്താ അറിയോ, ഇപ്പോഴത്തെ ജനറേഷൻ ആളുകൾ പലരും TV കാണൽ വളരെ കുറവാണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം ഞാൻ സത്യം പറഞ്ഞാൽ TV കാണൽ വളരെ കുറവാണ്. ഞാൻ എപ്പോഴും ഇൻ്റർനെറ്റിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ വീഡിയോ കാണാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അതുകൊണ്ട് പക്ഷേ വരുന്ന തലമുറകളെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടാണ് യൂട്യൂബ് അല്ലെങ്കിൽ വരുന്ന പ്ലാറ്റ്ഫോമുകളെല്ലാം. ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം മാത്രമല്ല, ആമസോൺ, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള കമ്പനികളെല്ലാം ഒരു പെയ്ഡ് കോണ്ടന്റിലേക്ക് മാറുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടുതലും വരുന്നത് എൻ്റെ കാഴ്ചപ്പാടുകളിൽ ടെലിവിഷൻ ഇൻഡസ്ട്രികളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ടെലിവിഷൻ ഇൻഡസ്ട്രികൾ ഇനി പൂർണ്ണമായിട്ടും ഈ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് വളരെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സെഗ്മെൻറ്റ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഈ സാധനം വീഡിയോ ഉണ്ടാക്കി മേളിലേക്ക് വിട്ട് താഴേക്ക് വരണ്ടേ സാറ്റലൈറ്റ് വഴി. പൂർണ്ണമായിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റുകൾക്ക് വലിയൊരു എക്സ്പെൻസാണ്. ഇനി യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വരുന്നതോടുകൂടി ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് എക്സ്പെൻസുകൾ കുറയുകയും അത് വേറെ ഒരു സെഗ്മെൻറ്റിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ TV-യിൽ വന്ന റവല്യൂഷൻ. അതായത് IP TVകൾ, അതായത് അതിൻ്റെ അകത്ത് ഇൻ്റർനെറ്റ് ബേസ്ഡ് ആൻഡ്രോയിഡ് TVകളൊക്കെയാണ് വരാൻ പോകുന്ന പ്രൊഡക്ഷനും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയോ, നമ്മുടെ വീടുകളിലെല്ലാം ഇൻ്റർനെറ്റ് വളരെ ലഭ്യമായിട്ട് കിട്ടുകയും അവിടെയെല്ലാം ആൻഡ്രോയിഡ് TVകൾ ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത്. സോ അതോടുകൂടി കേബിൾ കാസ്റ്റിംഗ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിനെ പയ്യെ ബാക്കൗട്ട് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് വീഡിയോ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് മുന്നിലേക്ക് വരികയും നമ്മുടെ ജനറേഷനെല്ലാം ഈ ഒരു യൂട്യൂബ് പോലെയുള്ള അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള സെഗ്മെൻറ്റുകൾ പെയ്ഡ് പർച്ചേസ് ചെയ്യുകയും അതിലൂടെ വീഡിയോ കാണുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് വളരെ ഡിമാൻഡ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റിയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് യൂട്യൂബിലേക്ക് വരികയും, ഞാൻ പിന്നെയും പറയാം കേട്ടോ, യൂട്യൂബ് എന്നെടുത്ത് പറയാൻ കാരണം ഒരു വീഡിയോനെ സെഗ്മെൻറ്റിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് യൂട്യൂബിനെ ആദ്യം മുൻനിർത്തി. ഇനി അല്ലെങ്കിൽ ഇയാൾ യൂട്യൂബിൻ്റെ വീഡിയോ മാത്രമേ ചെയ്യുന്നു എന്ന് ആരും വിചാരിക്കരുത്. ബട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ക്വാളിറ്റിയുള്ള കണ്ടൻറ്റുകൾ വരികയും ഇതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള മത്സരം നടക്കാൻ പോകുന്ന ഇൻഡസ്ട്രി മാത്രമാണ്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ കൊടുക്കുന്ന കേബിൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് ഒരു പക്ഷേ ഇല്ലാതായേക്കാം, അല്ലെങ്കിൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സിറ്റുവേഷൻ ഒരു പക്ഷേ കുറഞ്ഞേക്കാം. യൂട്യൂബ് പോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് നമ്മുടെ വീഡിയോകളിലേക്ക് വരാം. ആസ് എ കസ്റ്റമർ എന്ന രൂപത്തിൽ നമുക്ക് എന്തായാലും കോമ്പറ്റീഷൻ വരും. നല്ലൊരു കാര്യം തന്നെയാണ് വരുന്നത്. എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റുകൾ നിങ്ങളൊന്ന് ആലോചിക്കുക. യൂട്യൂബ് പെയ്ഡ് വേർഷനിലേക്ക് വരുന്നു, ആമസോൺ വരുന്നു, നെറ്റ്ഫ്ലിക്സ് വരുന്നു, ഇനിയെല്ലാം
കാശ് കൊടുത്താൽ വീഡിയോ കാണുന്ന സെഗ്മെൻറ്റിലേക്ക് വരും. ഒരു പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ നമ്മളും പറയുമായിരിക്കും നമ്മുടെ വീഡിയോ കാണാൻ 25 പൈസ 50 പൈസ തന്നാൽ മതി എന്നുള്ള സെഗ്മെൻറ്റുകൾ വരികയും ചെയ്യും. അല്ല, ഞാനതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. കാരണം ഒരു 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ 1 ലക്ഷം ആളുകൾ സീരിയസ് ആയിട്ട് അവരുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മന്ത്ലി 1 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, യൂട്യൂബിന് കൊടുത്തു കഴിഞ്ഞാൽ 50 പൈസ യൂട്യൂബ് എടുക്കും, 50 പൈസ നമുക്ക് തന്നു കഴിഞ്ഞാൽ പോലും ആഡ് റവന്യൂയേക്കാൾ ഒരുപാട് വലുത് തന്നെയാണ്. എന്തായാലും പോസിറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാകട്ടെ, വീഡിയോ സെഗ്മെൻറ്റുകൾ ഇൻ്റർനെറ്റിലൂടെ ആളുകൾ കാണട്ടെ, പോസിറ്റീവായിട്ടുള്ള വീഡിയോകൾ കാണട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.